എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോലും നിങ്ങൾ PG വരെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അതായത് 3 വയസ്സിൽ അംഗനവാടി പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫോർമൽ വിദ്യാഭ്യാസം 19 വർഷം, ഇത്രയും വർഷം പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ. ആലോചിക്കണം, ഒരു കുട്ടി 19 വർഷം പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് തരുന്നത് UGC എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് അതായത് ഭരണഘടനാ നിയമം മൂലം അപ്രൂവ് ചെയ്ത ഒരു അതോറിറ്റി. പക്ഷേ ആ അതോറിറ്റിൻ്റെ എക്സാം നടത്തുന്നത് NTA. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ നാട്ടിൻപുറത്തുള്ള സ്വയം സഹായ സംഘങ്ങൾ പോലെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സിമ്പിൾ സൊസൈറ്റി, ജസ്റ്റ് മിയർ സൊസൈറ്റി. ആലോചിക്കണം, നമ്മളുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള UGC പോലൊരു സ്ഥാപനത്തിൻ്റെ പരീക്ഷ നടത്തുന്നത് ഒരു സാധാരണ രജിസ്റ്റേർഡ് സൊസൈറ്റി. ആ സൊസൈറ്റിക്ക് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല. അവർ ഈടാക്കുന്ന പൈസ എത്രയാണെന്നോ, ആ പൈസ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുവെന്നോ, അതല്ലെങ്കിൽ ഈ കിട്ടുന്ന ഫീസ് ഇനത്തിലും മറ്റുമായി കിട്ടുന്ന പൈസ എന്ത് ചെയ്യുന്നുവെന്നോ എവിടെയും അവർ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് സാധാരണക്കാരായ നിങ്ങളും ഞാനും കൊടുക്കുന്ന പൈസ നാളെ വല്ല തീവ്രവാദ സംഘടനക്കും ഫണ്ട് ചെയ്താൽ പോലും അത് ആരും ചോദിക്കുകയോ പറയുകയോ ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല. സോ ഇവരിപ്പോൾ ഇവിടെ നടത്തുന്ന സമരം അതിൻ്റെ അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഭരണഘടനയുടെ മുഴുവൻ സ്ഥാപനങ്ങൾക്കെതിരെയോ ഒന്നുമല്ല. ഇനി അവർക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ എനിക്കതില്ല. ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു റീസണേ ഉള്ളൂ. NTAക്ക് അക്കൗണ്ടബിലിറ്റി വേണം. അവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം. NTA എന്ത് ചെയ്യുന്നു, ആരെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഏൽപ്പിക്കുന്നു, ഇതൊന്നും സ്കാമിൽ പുറത്ത് കളയുന്നില്ല. കൃത്യമായിട്ട് അവരതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഇനത്തിലൊക്കെ വരുന്ന ഫണ്ട് അത് കൃത്യമായി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം കൃത്യമായി ഒരു അതോറിറ്റീനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. കൃത്യമായി കണക്ക് പറഞ്ഞാൽ 1ഉം 2ഉം അല്ല. ഒരു വർഷം 1 ലക്ഷക്കാരെ 1000 രൂപ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം × 1000, 0ൻ്റെ എണ്ണം കൃത്യമായിട്ട് എണ്ണാൻ പറ്റുന്നവർ എണ്ണിക്കൂട്ടിയിട്ട് ഇത് എത്ര രൂപയുണ്ടെന്ന് നിങ്ങൾ തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോ. സോ ഇത്രയും കോടികൾ അവർക്ക് ഫീ ഇനത്തിൽ അങ്ങോട്ട് കിട്ടുന്നു. അതുകൂടാണ്ട് വേറൊരു ആചാരം കൂടിയുണ്ട്. എന്താണെന്നറിയോ, ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാം. പക്ഷേ പെർ ക്വസ്റ്റ്യൻ 200 rupees നമ്മൾ കൊടുക്കണം. ചോദ്യത്തിന് 200 രൂപ. അവരുടെ പണി മര്യാദയ്ക്ക് എടുക്കാണ്ട് ചോദ്യം തെറ്റിച്ചതിന് നമ്മൾ 200 രൂപ കൊടുത്തിട്ട് ചോദ്യം തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അവർ അതിൻ്റെ മാർക്ക് ഇങ്ങോട്ട് തോന്നിയെങ്കിൽ തരും. എന്നിട്ട് ആ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ജയിക്കാം. ആലോചിക്കണം, ആദ്യത്തെ 1% JRFനും പിന്നീട് ജസ്റ്റ് 6% മാത്രം നെറ്റിനും പാസ് പെർസെൻറ്റേജ് അഥവാ വിജയ ശതമാനം ഉണ്ടാകുന്ന ഒരു പരീക്ഷ. ആ ഒരു എക്സാമിൻ്റെ കോടികളെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഈ അതോറിറ്റീസ് മൗനം പാലിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട ഭരണകൂടം രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഭരണപക്ഷമോ പ്രതിപക്ഷമോ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ പ്രത്യക്ഷേന അഭിസംബോധന ചെയ്യാണ്ട് ഇപ്പം നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ മറ്റാരെങ്കിലും അല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ഞാനതിനു വേണ്ടി പ്രതികരിക്കാൻ മറ്റാരുടെയൊക്കെയോ വാക്കുകൾ കടമെടുത്തപ്പോൾ അതങ്ങ് വടക്കോട്ട് നോക്കിയിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് ചില ആൾക്കാർ. അവർക്കൊക്കെ എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട്, നമ്മൾ അതിനെ ഒന്നും അറിയാണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വാക്കും. പക്ഷെ അവർക്കൊന്നും അറിയാത്തൊരു കാര്യം, ഞാൻ നെറ്റ് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ 5 വർഷമായിട്ട് ഞാൻ ശേഖരിച്ച കണക്കുകളും ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളും മെയിലായിട്ടും ക്ലാസ്സുകളായിട്ടും മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചത് കാര്യങ്ങളായിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ഇൻഫർമേഷൻ്റെ ഒരു പീസ് പോലും അവരിപ്പം ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. എന്നോട് മറ്റാരുടെയോ സ്റ്റാറ്റസ് ഷെയർ ചെയ്തത് ഒന്നും അറിയാത്തത് കൊണ്ടാണ്, ഇവരൊക്കെ എന്തൊക്കെയോ ആണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ തോന്നി എനിക്കറിയുന്നതിൽ കുറച്ചെങ്കിലും ഞാൻ എൻ്റെ സ്റ്റാറ്റസ് കാണുന്ന 10-15 പേര് ആരും ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് അത്ര പേരെങ്കിലും കാര്യങ്ങളൊന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ചിലപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മാറി നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്കെങ്കിലും കാര്യം മനസ്സിലാവുമല്ലോ എന്നൊരു ധാരണ, തെറ്റിദ്ധാരണയായിരിക്കാം അല്ലായിരിക്കാം, ഞാനത് ചെയ്തു. ഇത് വിശ്വസിക്കാം, ഇതിനെ സപ്പോർട്ട് ചെയ്യാം. ഇത്രയെങ്കിലും പ്രതികരിക്കാൻ എനിക്ക് അധികാരം തരുന്ന മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. ജൂൺ 25, 2026 ഹിസ്റ്ററിയുടെ ജൂൺ സെഷൻ നെറ്റ് എക്സാം നടന്നത്. അന്ന് എനിക്ക് കിട്ടിയ സെൻറ്ററിൽ നിന്ന് ഫോട്ടോസാണ് ഈ കാണുന്നത്. 4 ഷട്ടറിൻ്റെ ഉള്ളിൽ 500 കമ്പ്യൂട്ടർ ഇട്ടിട്ട് കുട്ടികൾക്ക് നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലാണ്ട് 19 വർഷമായിട്ട് അവർ സൂക്ഷിക്കുന്ന പഠനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് അവർ കൊണ്ടു നടക്കുന്ന അവരുടെ പുസ്തകങ്ങളോ ബാഗുകളോ സർട്ടിഫിക്കറ്റ്സോ ID പ്രൂഫ്സോ ഒന്നും സൂക്ഷിക്കാനൊരു സ്ഥലമില്ലാണ്ട് കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന ലീക്കുള്ള വേസ്റ്റ് പൈപ്പിൻ്റെ മുകളിൽ 4 ടേബിൾ എടുത്തിട്ട് മഴ നനയുന്ന രീതിക്കുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് എക്സാം എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ സ്മെല്ലടിച്ചിട്ട് മര്യാദയ്ക്ക് എക്സാം എഴുതാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ മര്യാദയ്ക്കൊരു ഫാൻ പോലും വെക്കാണ്ട് പലരും പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ലൈനിൽ ഞാൻ കഴിഞ്ഞ് 3ാമതിരുന്ന കുട്ടി തല കറങ്ങി വീണിട്ട് ആ കുട്ടീനെ നോക്കാൻ വേണ്ടി അവിടുത്തെ സ്റ്റാഫുമാരെല്ലാം ഓടിക്കൂടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എഴുതിയൊരു പരീക്ഷ.
ആൻഡ് ആ ഫോട്ടോസൊക്കെയാണ് ഞാനിവിടെ ചേർത്തതെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് അവർ വാങ്ങുന്നതിൻ്റെ ഒരു 5% പോലും ചിലവാക്കേണ്ട ഈ എക്സാംസ് ഒക്കെ നടത്താൻ, അതുപോലും മര്യാദയ്ക്ക് ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഒരു കാര്യം പറഞ്ഞിട്ട് ആരൊക്കെയോ സ്റ്റാറ്റസും പോസ്റ്റും ഒക്കെ ഇടുമ്പോൾ അത് എടുത്ത് ഷെയർ ചെയ്തിട്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നമ്മൾ മണ്ടന്മാർ. എല്ലാവരെയും നിങ്ങളിങ്ങനെ മണ്ടന്മാരാന്ന് പറഞ്ഞ എല്ലാ കാലവും പറ്റിക്കാന്നാണോ ഇവർ വിചാരിക്കുന്നത്? ആയിരിക്കും. കാരണം അത് വിശ്വസിച്ചിട്ട് കുറച്ച് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലരൊന്നും പ്രതികരിക്കാണ്ടിരിക്കും. നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ദാഷ്ട്യത്തിന്റെ പുറത്തായിരിക്കില്ല അവർ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 12ന് മുകളിൽ NTA എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞത് ഈ കഴിഞ്ഞ 2 സെഷനിലാണ് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുന്നത്. അതിന് മുൻപുള്ള 10ഓളം എക്സാംസിൻ്റെ സെൻറ്റേഴ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. ഞാൻ ആ പോളിസി ചേഞ്ചസും ഈ പറയുന്ന പ്രശ്നങ്ങളും ഒക്കെയും ഈ ഒരു വർഷമായിട്ടാണ് ഇത്രയും രൂക്ഷമായിട്ട് കുട്ടികളെ ബാധിക്കുന്ന വിധത്തിൽ സംഭവിച്ചിട്ടുള്ളതും. സോ എല്ലാ മേഖലയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഴ്സ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുന്ന സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എക്സാം നടത്തുന്നതും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസിൻ്റെ എല്ലാ മേഖലയിലേക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭയങ്കര അധപ്പതനം, ആ വാക്കന്നെ ഉപയോഗിക്കണം, വേഴ്സ്റ്റ് ഒന്നും പറഞ്ഞാൽ പോരാ, അധപ്പതനമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, 100 ചോദ്യം ചോർന്നു, 200 ചോദ്യം ചോർന്നു, സെൻറ്ററിലുള്ള മൊത്തം കുട്ടികൾക്ക് ഉത്തരം കിട്ടി. ഇത്രയൊക്കെ ഉണ്ടായാലും ആരും ഒന്നും പറയാൻ പാടില്ല, എല്ലാവരും മിണ്ടാണ്ടിരിക്കണം. അഥവാ ആരെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ അവരെ രാജ്യദ്രോഹികളാണ്, ഇന്ത്യനെ തകർക്കാനുള്ള ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്, കേരളത്തിനെ നോക്കാണ്ട് നോർത്തിലേക്ക് നോക്കി ഇരിക്കുന്നവരാണ്, ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ച് മറ്റു പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യരുതെന്നുണ്ടോ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, ബാക്കിയുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു, എന്തിനു പ്രതികരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഇതിൻ്റെ വിക്ടിമാണ്. അതിൻ്റെ നല്ലതും മോശമായിട്ടുള്ള എല്ലാ വശങ്ങളും അനുഭവിച്ചതാണ്. എനിക്ക് ഇതിത്ര പോലെ പറയാനുള്ള അധികാരമുണ്ട്. ഞാനത് പറയും, ഇനിയും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോഴും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ബോധത്തോടെയും ഇത്രയും കാലം പിന്നെ തീരെ കാര്യമില്ല എന്നുള്ളത് കൊണ്ടും, അപ്പോൾ പിന്നെ ഇതിനു മുൻപ് ഇതൊന്നും ആരും അറിയാത്ത കാലത്ത് ഞാൻ ഈ കണക്കും കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടും ഞാൻ പലരോടും പറയുന്നുണ്ടായിരുന്നു, പലരോടും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു, മെയിലുകൾ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ രാജ്യത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു രാജ്യദ്രോഹി ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിത് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഒരു ലിസ്റ്റും കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഞാൻ സർട്ടിഫൈഡ് ആയ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ NTA എക്സാമിനെ കുറിച്ച് മാത്രമാണ്. ഇതിപ്പം നെറ്റാണെങ്കിൽ ഇങ്ങനെ ഇന്ത്യയിലുള്ള ടോപ്പ് മോസ്റ്റ് എക്സാംസ് ഇതും ഇപ്പം NTA ആണ് നടത്തുന്നത്. അതിൽ CUT PG UG പോലത്തെ NEET UG PG JEE മെയിൻസ് പല എക്സാമുകളും ഉണ്ട്. ഇതിലുൾപ്പെട്ടുള്ള മിക്ക പരീക്ഷകളുടെയും വിക്ടിമാണ് ഞാൻ. എന്നാലും സർട്ടിഫിക്കറ്റ് കിട്ടി പ്രൂഫുള്ള ഈ ഒരു എക്സാമിനെ കുറിച്ചെങ്കിലും ഞാൻ പറയണ്ടേ, അത് ഞാൻ പറഞ്ഞു. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉൾപ്പെടുന്ന 300ഓളം വീടുകളും ഏകദേശം 1000-നടുത്ത് വരുന്ന ജനസംഖ്യയും മാത്രമുള്ള ഒരു കുട്ടി ഗ്രാമത്തിലെ ഏതോ മൂലയ്ക്ക് കിടക്കുന്ന എൻ്റെ ഒരവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, അങ്ങനത്തെ 1000 കണക്കിന് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഈ ഇന്ത്യയിലെ ഓരോരാൾക്കും ഓരോ കുട്ടിക്കും എന്തൊക്കെ കഥ പറയാനുണ്ടാവും. ഈ ഒരു കഥ ഇത്രയെങ്കിലായിട്ട് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇങ്ങനെ പലരുടെയും കഥ പലരും അറിയാത്തതും എല്ലാവരുടെയും കഥകൾ കൂട്ടിയിട്ട് ഇത്രയും വലിയൊരു ഇതിഹാസമാണുള്ളതെന്ന് ബാക്കിയുള്ളവരാരും ചിന്തിക്കാത്തതും കാരണമാണ് ഇപ്പോൾ ഇത്രയും കുട്ടികൾ അങ്ങ് വടക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ചാട്ടവാറടിയും ലാത്തിയടിയും കൊണ്ട് പുറം പൊളിഞ്ഞ് നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്. ഇനി കേരളത്തിൽ ജനിച്ചുകൊണ്ട് ഇതിൻ്റെ ഒന്നും സംസ്കൃത വാക്കുകളൊന്നും അറിയില്ല. തൽക്കാലം ഉള്ളത് വെച്ചിട്ട് ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് മനസ്സിലാക്കിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത്രയും നേരം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് മുഴുവൻ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ഫ്രം സ്വരാ ദ സൗണ്ട് റെസൊനേറ്റ്സ് വിത്ത് യു. അപ്പോൾ പിന്നെ കാണാം.